സിനിമയിൽ ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, സൂപ്പർ സ്റ്റാർസ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. സൂപ്പർ സ്റ്റാറും സിനിമയിൽ കെട്ടു കാണിക്കുന്നുണ്ട്. അതായത് സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ഒരു തവണ സൂപ്പർ സ്റ്റാർ ആക്കി അത് കീപ്പ് ചെയ്യണം, അത് താഴെ പോകാനായിട്ട് പറ്റില്ല. ആ ഒരു കീപ്പ് ചെയ്യുന്ന നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഗരീബ സൂപ്പർ സ്റ്റാറിന്റെ കഥ എന്നുള്ളതിനെയാണ് അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം മുതലുള്ള ജേർണി കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അയാൾ ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്, അയാൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നടനമാണ് അയാൾ ചെയ്യേണ്ടത്, അതിലേക്ക് ഫോക്കസ് തിരിച്ച് ഒരു ഡിസിപ്ലിൻ ആവുക, പെട്ടെന്ന് വരുന്ന അയാളുടെ സ്റ്റാറും അതിനുള്ള ഒരുപാട് ഈ പറയുന്ന സൗകര്യങ്ങളും അയാളുടെ ഒരു എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ മാറി ആ എഫേർട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലി എന്താണ്, അയാൾ ഇത് ആഗ്രഹിച്ചാണ് സിനിമയുള്ളത്, അതിൽ നിന്ന് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ സിനിമയിലേക്ക് ഇന്നാവുന്നത് നമ്മൾ ഡാൻസ് കാർഡ് ഉണ്ടാവുള്ളൂ. ഈ ഡാൻസ് കാർഡിൽ പല കാലഘട്ടത്തിലെ ടൈറ്റിൽ കാർഡുകളുടെ തീം ഉപയോഗിച്ചിരിക്കണം. അത് ശരിക്കും ഇന്നാക്കുന്നതിന് ഭയങ്കരമായിട്ട് പ്രേക്ഷകരുടെ ഫ്രഷ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ആരുടെ ഐഡിയ ആയിരുന്നു അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാം? തീർച്ചയായിട്ടും സിനിമയുടെ സങ്കേതങ്ങളെ നാടകവും സങ്കേതങ്ങളെയൊക്കെ കൂടുതൽ ഉപയോഗിക്കുക, ഒരു ആക്ടറിന്റെ കഥ പറയുന്ന സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. സംഗീതത്തിന്റെ ആ ഒരു ടൈറ്റിലാണ് അത് ചെയ്യുന്നതിന്റെ എല്ലാ സിനിമയിലും എല്ലാ സിനിമയിലും സുരേഷേട്ടനുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത്? സജീവമാണെന്നുള്ളതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് ചെയ്യുന്നത്. ഐ ആം ടോണി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സമുദായമാണ് ഈ സിനിമയുടെ കഥയുടെ തുടക്കം. ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അന്നൊന്നും ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നീടാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിലേക്ക് തന്നെ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ്ലി അത് ജയിൻ്റെ സിനിമയാണ്. എനിക്ക് ഏറ്റവും അധികം എന്താ ഫ്രീഡം തരുന്ന ഒരാളാണ്. എനിക്ക് ഇതിനു മുമ്പ് പറയാൻ ചിലപ്പോൾ സച്ച് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കളെ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഞാൻ അത്രത്തോളം അധികം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദര തുല്യമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബാനർ മൈത്രി മൂവി മേക്കേഴ്സ്, ഇപ്പോൾ അത് വലിയൊരു പുഷ്പ പോലത്തെ വലിയൊരു ബാനറിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഞാൻ നമ്മുടെ കൂടെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ത്രൂ അഭിനയിക്കാൻ കഴിയുന്നു. വലിയ സപ്പോർട്ട് അതിനെ പറയുകയുണ്ടായിരുന്നു. സംവിധായകന് മാത്രമല്ല, എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാരുടെ ഇവരൊക്കെ തന്നെ സൗകര്യം എല്ലാവരും തന്നെ. പടം ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അതൊരു വൈബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ ഒന്നും ഞാൻ കൂടുതൽ ഉണ്ടായിരുന്നില്ല.
എന്തെങ്കിലും ഒരു സീനിൽ ഒരു കാര്യം ഇംപ്രവൈസ് ചെയ്യണമെന്ന് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ നായകനും എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായ മറ്റ് എല്ലാവരും തന്നെ അതിൻ്റെതായിട്ടുള്ള സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരിക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പ്രത്യേകത ഈ ഡിപ്ലോമസി ഉണ്ടല്ലോ, നയതന്ത്ര ആൾക്ക് ഭയങ്കര കഴിവ് സ്പെഷ്യലൈസ് അതിന് റിയൽ ലൈഫ് ആയിട്ട് ആരെങ്കിലും ഇപ്പൊ ഇടപെടോ ചേട്ടോ അങ്ങനെ ആരെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തിന്? ഇല്ല, തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സിന്റെയും എല്ലാ വലിയ നടന്മാരുടെയും പുറകെയും ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ അനുഭവം കൊണ്ട് മനസ്സിലുള്ളത്. അത് അത്തരം കാര്യങ്ങളാണ് സിനിമ പുറത്ത് കാണിച്ചിട്ടുള്ളത്. അത് പക്ഷെ മറ്റ് സിനിമയ്ക്കകത്ത് സിനിമ ചെയ്ത സിനിമകളിലൊന്നും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പുറകെ. കാരണം അവർ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റേതിൽ കാണുന്ന പോലെ അല്ല. അവരുടെ പിന്നിൽ രാത്രി പകലുമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ എങ്ങനെ ഹിറ്റാക്കുക, അടുത്ത ഹിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. സിനിമയുടെ ഒരു രംഗമുണ്ട്, എന്താണ് ഇഷ്ടപ്പെട്ട വാഹനം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ലക്ഷറി വാഹനങ്ങളുണ്ട്, നല്ല ഓട്ടോറിക്ഷയാണ് വാഹനങ്ങൾ. ഇത് ഭാവിയിൽ എപ്പോഴെങ്കിലും സെൽഫ് റോഡ് ആവില്ല. ടോബിയുടെ അടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ കഞ്ഞിപ്പയറാണെന്ന് പറഞ്ഞാൽ കഞ്ഞിപ്പയർ ഇഷ്ടമല്ല, അതൊക്കെ കഴിക്കാറുണ്ട്. എനിക്ക് പൊതുവെ ഭക്ഷണം ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് കിട്ടുള്ളൂ. ഡേവിഡ് പടിക്കൽ നമ്മളത് നമ്മൾ മനഃപൂർവ്വം സാധനം ഇടയ്ക്ക് പറഞ്ഞു കഴിയുമ്പോൾ അതല്ലാന്ന് മനസ്സിലാവുകയും തപ്പത്തിനെ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നതല്ല. ഡേവിഡ് പടിക്കൽ എത്രത്തോളം ടോവിനോയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഡേവിഡ് പടിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ക്യാരക്ടർ ചെയ്തു തുടങ്ങിയത്. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആയിട്ട് ഒരു മോശം നടനോ മോശം വ്യക്തിയുമല്ല. കയ്യിലിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ കൊണ്ട് അതിൽ തന്നെയാണ് എന്റെ അത് എന്നെ ഇന്നലെ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഞാൻ എന്ന ആക്ടറിനെ എനിക്ക് ഇനി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളാണ്. എനിക്ക് അതിനെ പറ്റി ഒരു ടെൻഷൻ ഇല്ല. ആ ഒരു ഏരിയ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഡേവിഡ് പടിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് പടിക്കലിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. ആർക്കുണ്ടായാലും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റും അതൊക്കെ പറഞ്ഞു തരാനൊക്കെ ഈ പറഞ്ഞ ഫോക്കസ് മാറിപ്പോവാതെ നമ്മളെ ചിന്തകളും ശ്രദ്ധകളും ഒക്കെ എന്തിലേക്കാണോ വരുന്നത് അതിലേക്ക് തന്നെ ചാനൽ ചെയ്യാനായിട്ട് എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ലാലേട്ടന്റെ പടങ്ങൾ ഹണിബി പോലത്തെ എല്ലാ പടങ്ങളും എടുത്ത് നോക്കിയാലും ഇപ്പോഴും വൈബ്രന്റ് ആണ്, കളർഫുൾ ആയിരിക്കും. ഈ സിനിമയെ അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് കഥ ഉദയനാണ് ധാരാളം ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഒരു നായകന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു സിനിമാക്കാരന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പോകുന്നത്. അത് തന്നെയാണ് ഇത് കമ്മിറ്റ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നതായിരുന്നു ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് എടുത്തു വയ്ക്കുന്നു എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീമും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ലാലിന്റെ സിനിമകളിലെല്ലാം ചില കഥകൾ എന്നാണ് വൈകിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു കേസില്ല, ലാലിന്റെ സിനിമകളെല്ലാം ഭയങ്കര എങ്ങായിട്ട് അല്ലെങ്കിൽ എങ്ങായിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരു എനർജി ഒക്കെ ബൂസ്റ്റ് ചെയ്ത ഒരാളുണ്ട്. ആ ഒരു കേസ് എന്താണ് അത്ര എങ്ങായിട്ട് വരുന്നത്? മറ്റ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രായമായിട്ടുള്ള വേഷം മേക്കപ്പെട്ട് അഭിനയിച്ചതേ ഉള്ളൂ. ശരിക്കും ഇതാണ് ശരിക്കും എങ്ങനെയാണ് നമുക്ക് തരുന്ന ഓരോ കഥാപാത്രത്തിനനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് അന്നോട്ടിട്ട് ഈ സാധനം മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കളർഫുൾ ആയിട്ട് ഇതുവരെയും ആരും കാണിക്കാത്ത രീതിയിലൊരു കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പ് പ്രവർത്തിച്ചിട്ടുള്ളതൊന്നുമില്ല. സ്വയം വളർത്തി ഉണ്ടാക്കിയിട്ടുള്ള കഥാവും ഈശ്വരൻ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ട് ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി മറ്റു പടങ്ങളൊന്നും ചെയ്യാൻ വയ്യാതെ 6 മാസത്തോളം ഈ പടത്തിന്റെ പുറകെ നമ്മൾ
തുടങ്ങിയ കഥാപാത്രം കേൾക്കുമ്പോൾ ഇത് നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഗുണം ചെയ്യും എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടല്ലോ. നമുക്ക് ഇത്രയും കാലമായിട്ട് നിൽക്കുന്നു ഇൻഡസ്ട്രിക്കകത്ത്. ആ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ അതിന് കൂടെ 100% നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മള് പൊതുവെ പറയും ചെങ്ങാതി നന്നായ കണ്ണാടി കണ്ടെന്ന് പറയില്ലേ. പഠിക്കുന്ന ഒരു കണ്ണാടിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ലെനിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും ഇതിനു വേണ്ടി മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെയാ ലെനിൻ ഭയങ്കര വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത്? അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളും ഉപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്ക് അറിയാൻ ഒരു അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയ് ആണ്. അപ്പോ എല്ലാം ചിലപ്പോ നേരെ വിട്ടു തോന്നുന്നത് ആദ്യമേ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഇത് ചോദിച്ചാൽ അപ്പൊ സത്യമേ പറയൂലേ, സത്യമേ പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ മറ്റേ പ്രോപ്പർ സുഹൃത്ത് അതുപോലെ എപ്പോഴും എന്ത് കാര്യം പറയാം അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലല്ലേ. ഇപ്പൊ ഈ സിനിമയുടെ അകത്ത് ഒരുപാട് നമുക്ക് ഫ്രണ്ട്സുകളുണ്ട്. അതായത് തിയേറ്ററിൽ നമുക്ക് കൈയടിയ ഒരു സീനായിരുന്നു. സിനിമയുടെ അകത്ത് നമുക്ക് കരയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കരയാറില്ലേ എന്ന് പറയുന്നിടത്തെല്ലാം കൈയടിയായിരുന്നു. ഇത് ശരിക്കും അപ്പുറത്ത് വിരലുകളോട് അഭിനയിക്കുന്ന ലാലേട്ടനെ പറ്റിയിട്ടുള്ള റെഫറൻസും ഉണ്ട്. ഇത് എവിടെയെങ്കിലും ബാലൻസിംഗ് ആയിട്ടാണോ അതോ ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നോ? അല്ല, അതൊരു ബാലൻസിങ്ങിന്റെ ഇത് അവരുടെ മാത്രമല്ല, വേറെ ആക്ടേഴ്സിന്റെ പറയുന്നുണ്ട്, ആയുഷ്മാൻ ഖുറാന പറയുന്നുണ്ട്, പല ആക്ടേഴ്സിന്റെ പറയുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാം. അവരെല്ലാം റിലേറ്റീവ് ആയിട്ട് തോന്നുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ പറഞ്ഞ സീനുകളിൽ കൈയടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയാണ്. നമുക്കും എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമ്മളത് അങ്ങനെ പറയുന്നതല്ലേ, ലാലേട്ടനിലൂടെ അഭിനയിക്കുന്ന നമുക്ക് കഴിയുമ്പോൾ നമ്മൾ ഓൺസ്ക്രീൻ കാര്യങ്ങൾ അത് എനിക്കും അനുഭവങ്ങളുള്ള ദിവസങ്ങളിൽ നമുക്ക് കരയുന്ന സീനുകളിൽ കരച്ചിൽ വരാറുണ്ട്. അത് എന്തോ ഒരു മാജിക് അവിടെ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട് പുള്ളി കരയുന്ന സമയത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുതിയതായിട്ട് ഞങ്ങൾ റിസർച്ച് ചെയ്തതിനോട് പോയി നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന എന്താ പറയാ ആർക്കാണ് അതറിയാത്തത് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റിലേറ്റബിൾ ആവുന്നത് തന്നെയാണ്. അല്ലാണ്ട് അതിന്റെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആയുഷ്മാൻ ഖുറാനയൊക്കെ സിനിമ കണ്ടിട്ടാണ് അതല്ല. അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ നോർമൽ കോൺവെർസേഷൻസിൽ പറയില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയും ഇതുപോലുള്ള റെഫറൻസസ് എന്നോട് പറയാറുണ്ട്. ഇപ്പൊ സൗദിയുടെ ക്യാരക്ടർ പറയുന്ന പോലെ പല ആക്ടേഴ്സിന്റെ നല്ല ക്വാളിറ്റീസ് അങ്ങനെ കണ്ടില്ല ഇതൊക്കെ നമ്മളോട് പറയാറുള്ളതാണ്. നമുക്കിടയ്ക്ക് അതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളെ ദൈനംദിന സംസാരത്തിൽ നമുക്ക് അറിയുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിട്ടുള്ളതാണ്. ആ ഒരു സീനിന്റെ ട്രീറ്റ്മെന്റിലും അല്ലെങ്കിൽ ആ സീനിലെ പെർഫോമൻസിലുള്ള ചെറിയ ഇംപ്രവൈസേഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു തന്നെയാണ്. അങ്ങനെ നമ്മള് അഭിനയിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനകത്ത് കരുതിയിരുന്നത് ഇയാൾക്ക് അതിപ്പോ ബാലു എന്റെ അടുത്ത് പറയുന്ന സീനിൽ പറയുന്നുണ്ട്. ചേട്ടൻ കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ചേട്ടൻ കിട്ടിയ ഒരു ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് ചേട്ടൻ ചെയ്തിരുന്നില്ല. അത് ശരിയാവുന്നു. അത് ആദ്യമേ തുടക്ക സമയത്ത് ബാലുവിന്റെ കൺട്രോൾ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് എടുക്കാത്ത ആക്ടറാണ്. അത് കാരണം ഒറ്റ സാധനം പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാൽ അപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിനെ മനസ്സിലാക്കി കുറച്ചും കൂടെ ഇമോഷൻസ് അതിനകത്ത് മനസ്സിലാക്കി അങ്ങനെ ഇമ്പോർട്ടൻ്റ് അഭിനയിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തെ സിനിമയൊക്കെ ഹിറ്റായ ഒരാളായിട്ട് അത്ര മോശം ആക്ടർ അല്ല, ഒരു ഓക്കെ ആക്ടർ. അയാൾ പറഞ്ഞില്ല, അത് എഫേർട്ടാണ്. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ആക്ടിങ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അത് കാരണം തന്നെയാണ് മോശമാക്കി ചെയ്യാനായിട്ടല്ല, എന്നാലും അത് അത്ര ഭയങ്കര എഫേർട്ട് ഇല്ലാതെ സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളായതുകൊണ്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും പുള്ളിയുടെ ശ്രദ്ധ ഇതിലേക്ക് മാത്രം പൂർണ്ണമായിട്ടും അർപ്പിച്ച് അങ്ങനത്തെ എഫേർട്ട് ഇട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് എന്റെ ചോദ്യം. അതായത് ഡേവിഡ് പടിക്കൽ എന്നുള്ള ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും 3 സിനിമകൾ അഭിനയിച്ച് വൻപൈ ഹിറ്റായ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം പക്ഷെ
ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അവഗണനയായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ ആരോടൊക്കെയോ വിഭജിച്ച് നിൽക്കുക എന്നുള്ള രീതിയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റാർഡം പരമാവധി മുതലെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നതായിരിക്കാം ചിലപ്പോൾ ഡേവിഡ് പടിക്കൽ. അത്തരത്തിൽ നമുക്കറിയാം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ആളാണ് ടോയ് ചേട്ടൻ. വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഇന്ന് കാണുന്ന വലിയൊരു സ്റ്റാർഡത്തിലേക്ക് വളർന്ന വ്യക്തിയാണ്. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അവഗണനകൾ ഇന്ന് ഈ ഒരു സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്താണ് ഈ ഒരു ക്യാരക്ടറുമായി? ഇതിനകത്ത് ഈ ക്യാരക്ടറാണെങ്കിൽ പോലും അയാളുടെ ട്രോമകളല്ല അയാളുടെ പ്രശ്നം, അതിന്റെ പേരിലുള്ള ആളുകളോടുള്ള റിവെഞ്ചും അയാളുടെ പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സക്സസ് വന്നു. അതേപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല. പുറത്ത് ആൾക്കാർ പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും വേണം. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം നേരത്തെ പറഞ്ഞത് അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനേക്കാൾ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാം തനിക്കൊരു ആക്ടറായി മാറുന്നു എന്നതിനേക്കാളുപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ട്രോമാസ് ഒക്കെ അതിന്റെ ഒരു എന്താ പറയുക കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവുന്നല്ലാതെ അതല്ല ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന സ്റ്റാർട്ടത്തിൽ അയാൾ അഭിനയിച്ച് പോയതും അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറെ സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരൻ്റെ ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. സൗബിനിക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഇപ്പം ഡേവിഡ് പടിക്കൽ 3 സിനിമ ഹിറ്റായപ്പോൾ, അതായത് ഒരു സാധാരണക്കാരനായി മറ്റുള്ളവരോട് ഇടപെടുന്ന സമയത്താണ് ആ 3 സിനിമ ഹിറ്റായത്. പിന്നീട് സൂപ്പർ സ്റ്റാർ മുതൽ പറഞ്ഞപ്പോഴേക്കും ആ ഒരു ഇതൊന്ന് ഇടിഞ്ഞു പോയെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമകളിലായാലും എന്തോ 2-3 ഹിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും എന്തോ ആയി എന്ന് തോന്നുന്നു. അതൊരു ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ലെസൺ കൂടിയല്ലേ സിനിമ? പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണോ ഇങ്ങനെ തോന്നുന്നത്? എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ 2-3 സിനിമ കഴിയുമ്പോഴത്തേക്ക് ആളുകളെല്ലാം മാറുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ മാറിയതായിട്ട് തോന്നുക, നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്നെ പണ്ടറിയാത്തവർക്ക് ഞാൻ മാറിയെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഏതൊരു വ്യക്തിയായിക്കോട്ടെ, ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയമില്ലെങ്കിൽ അയാൾ ആരും മാറിപ്പോയിട്ടോ. മാറിപ്പോയെന്ന് പറയാനായിട്ട് നമുക്ക് അയാൾ മുൻപരിചയം വേണം. അപ്പൊ അതെനിക്ക് അറിയില്ല. നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ആദ്യത്തെ ഒരു 3 സിനിമകളൊക്കെ അയാളുടെ ഹിറ്റായത് അയാൾ ആ സമയത്ത് എഫേർട്ട് ആയിരിക്കാം. ആ സമയത്ത് അയാൾ കുറച്ചുകൂടെ ആളുകളുടെ ഇടപെടൽ അടുത്തിടപെടൽ ജീവിച്ചിരുന്നാണെങ്കിൽ റിയാലിറ്റി തന്നെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. അപ്പൊ 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അതുമായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുക എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ലോകം പറഞ്ഞു ഒക്കെ മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞിട്ട് തമാശകൾ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമ വർക്കായാലും ചിലപ്പോൾ ഇയാളെ എഫേർട്ട് മാത്രമായിട്ടുണ്ടാവില്ല. അന്ന് അത് മതിയായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സിനിമ മാറി കാലം മാറിയ സമയത്ത് ഡേവിഡ് പടിക്കലിന് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളുടെ കണ്ടുപോലെയുള്ള ആക്ടേഴ്സിന്റെ അടുത്ത്, അല്ലെങ്കിൽ അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അയാളുടെ ആ ഒരു ഫയർ കിട്ടുന്ന അങ്ങനെയായിരിക്കും. ഈ സൗബിനി സിനിമയുടെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേവിഡ് പടിക്കലിന് ഈ സാധാരണക്കാരായിട്ടുള്ള കണക്ട് മിസ്സാവുന്നു, എമ്പതി മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാള് നമ്മുടെ കലൽ മാർക്കറ്റ് നടത്തുന്ന പോലെ ഇപ്പൊ നടക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റിയൊക്കെ പറയുന്നത് ഇപ്പൊ അവർ പണ്ടത്തെ പോലത്തെ സിനിമകൾ ചെയ്യുന്നില്ല, സാധാരണക്കാരനായ സിനിമകൾ ചെയ്യുന്നില്ല, നിലത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ. ടോവിനോക്ക് ഇപ്പൊ എത്രത്തോളം പണ്ടത്തെ ഇപ്പൊ ബുള്ളറ്റിന് ബാറ്റ് പോലും ഇല്ലാതെ ഉന്തി സ്റ്റാർട്ട് ചെയ്ത ടോവിനോയെ, അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ലാതെയുമോ പൈപ്പിലടി കൊണ്ടുപോയി കഴുകണമെന്ന് പറഞ്ഞപ്പോഴാണ് ടോവിനോ. ആ സാധാരണ ടോവിനോണില്ല. ആ ടോവിനോ എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്? അവർക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിനർത്ഥം ആ ടോവിനോ എപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാനൊരു മറ്റേ സാധാരണക്കാരനൊപ്പമാണ് എന്റെ വീട്ടിൽ ജീവിക്കുന്നത്. അവരാരും അങ്ങനെ സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമ മേഖലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരോ അല്ല എന്റെ വീട്ടിലുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്റെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും
എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല കുറെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളില്ലെന്നല്ല, സിനിമയിലും സുഹൃത്തുക്കളുണ്ട്. അതിന് പുറത്ത് എന്റെ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിച്ചിട്ട് കുറെ ഫ്രണ്ട്സുകളുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും ഈ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവർക്കൊക്കെ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പഴയുടെ ഒരു ഓർമ്മിപ്പിക്കേണ്ട വരാറില്ല. എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയം കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ അർത്ഥം ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പഴയുടെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടില്ല ഞാൻ തന്നെയായിട്ടാണ്. നിങ്ങളും തന്നെ കുറെ കാലമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ ഈ സിനിമയ്ക്കുള്ള സിനിമ പറയുമ്പോൾ റെഫറൻസുകൾ ഭയങ്കര സാധാരണയാണ്. പക്ഷെ അത് പോസ്റ്റ് ആവരുത് എന്നുള്ളൊരു നമുക്കൊരു ഇൻക്യൂഷൻ ഉണ്ടാവില്ല. ഈ മിന്നൽ പോലെ റെഫറൻസ് പോസ്റ്റ് ആവരുത് എന്നുള്ളത് ഈ ആദ്യ തീരുമാനമായിരുന്നു. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതായത് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ആ മൊമെന്റിന് ഭയങ്കര യോജിക്കുന്നതായിട്ട് തോന്നി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ആ ഒരു റെഫറൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. അത് ആ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, ആ സീൻ കുറച്ചുകൂടെ ആസ്വാദികരമാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം മിന്നൽ പുള്ളി ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതിലൊരു കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ സ്പോയിലർ ആണെന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനത് എൻജോയ് ചെയ്തു. ഇതിനകത്ത് ഒരുപാട് നിങ്ങളൊക്കെ കൂടെ അഭിനയിക്കുന്ന കുറെ ആളുകളൊക്കെ റെഫറൻസ് ഉള്ള ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ വിളിച്ചാൽ ഫോണിക്കാത്ത പോലെ അങ്ങനെ കുറെ കുറെ, അതായത് നമുക്കത് സത്യം അറിയില്ല ആക്ച്വലി എന്താ നടക്കുന്നത്. നിങ്ങൾ ഫിക്ഷനായിട്ട് സമീപിച്ചിരിക്കുക. പക്ഷെ വളരെ ഇപ്പൊ ഇതിനെ നടന്ന ഒരുപാട് സംഭവങ്ങൾക്ക് ഈ സിനിമയായിട്ട് വലിയ സാമ്യമുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് അവർക്ക് വേദനയാവും അങ്ങനത്തെ തോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഒരാളെ ഇന്ന ആളാണെന്ന് പറയാൻ വേണ്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇനി ഇത് ഞാനാണോ. എല്ലാ ആക്ടറും തോന്നാവുന്ന പരിപാടികളുണ്ട്. ഒരു സമയത്ത് നമ്മൾ പല രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോ ഇത് എല്ലാ ആൾക്കാരുടെയും കുറച്ചുണ്ട്. അപ്പോ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഒരാളെ പോയിന്റ് ചെയ്ത് ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യില്ല. റൈറ്ററാണ് സുബിൻ. ഇവിടെ സുബിനോട് ചോദിക്കാം. സിനിമയ്ക്കകത്ത് ഒരു കഥ പറയുന്നുണ്ട്, ആന്റണി ചേട്ടൻ ഒരു കഥ പറയുന്നുണ്ട്. അപ്പം റിയൽ ലൈഫിൽ അങ്ങനെ മിസ്സായി പോയ എന്തെങ്കിലും അവസരങ്ങളുണ്ടോ? ഇല്ല, ഒരുപക്ഷെ ഞാൻ ജനിച്ചതും വളർന്നത് മദ്രാസിലാണ്. അങ്ങനെ ഈ കോടമ്പാക്കം ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു കണക്റ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതായിരിക്കും സുബിനൊക്കെ ആയിരിക്കും അതിന് ഉത്തരം പറയേണ്ടത്. പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരു ഫോർമാറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. സൗമിക ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പിനേഷൻ ഫീൽ വരുന്നത് ഈ സിനിമയിൽ തന്നെയാണ്. സൗമികയോട് നോക്കിയ സമയത്ത് ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളിയും വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് എന്നെ ഞാൻ വളരെ എന്താ പറയാ സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതിയിൽ. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർഡൂ ചെയ്യാതെ അയാളെ ഇപ്പൊ ഒരു ആക്ടിങ് ട്രെയിനർ വരുന്ന സമയത്ത് അയാളും എല്ലാം തരുന്ന ഒരു അങ്ങനെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടൊന്നുമല്ല അയാളെ കളിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറിനെ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും പക്ഷെ ഇയാളും സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാൾ തമാശ നടക്കുന്നു പറഞ്ഞാലും അയാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമുക്ക് ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സംഭവിക്കുന്നത് ഇന്ത്യയിലോട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സൗമ്യയോട് വർക്ക് ചെയ്യുന്നത്. അല്ല, ഡേവിഡ് വളരെ മോശപ്പെട്ടാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പരാമർശിക്കുന്നത്. അയാൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യമില്ലായ്മ. അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ ഉണ്ടായതിനു ശേഷം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ടുള്ള
ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ സീൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഉള്ള ഒരു ദുരുദ്ദേശത്തോടുകൂടിയിട്ടാണ് അയാൾ ആ സീനിൽ അത് വിളിക്കുന്നത് പോലും. അത് ഡേവിഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഒരിക്കലും അയാൾ നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ അതെ ഞാൻ പറഞ്ഞത് ആ ഒരു വാക്കിന്റെ കാര്യമാണ്. വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു കാരണവശാലും ഒരു മോശം വാക്കുമല്ല. അങ്ങനത്തെ ഒരു പ്രീകൺസീവ് നോഷൻ നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്നു ആ ക്യാരക്ടർ അത്ര എല്ലാം തികഞ്ഞതല്ല. അത് കാരണം കൊണ്ട് അവൻ പല മോശം കാര്യങ്ങളും പറയും. അത് തന്നെയാണ് നമ്മൾ തുറന്നുകൊണ്ട് കാണിക്കുന്നത്. പക്ഷെ അവസാനമൊക്കെ ആവുമ്പോഴത്തേക്കും അയാൾ അതിലേക്ക് ഒരു റിഡംഷൻ അയാൾ സംഭവിക്കുന്നുള്ളൂ. സിനിമ തുടങ്ങുമ്പോൾ അതിലൊരു ത്രില്ലർ സ്പേസ് ഉണ്ടല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഡേവിഡ് പടിക്കലിന്റെ പല പല പ്രശ്നങ്ങൾ, അത് എത്രത്തോളം പ്രോത്സാഹനം, അതിനൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അതിനൊരു അയാളെ റിയലൈസേഷൻ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് നോക്കും. അവിടെ ഒരു ഫീൽ ഗുഡിലേക്കൊക്കെ മാറുന്നുണ്ട് ഈ സിനിമ. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമൊക്കെ ആയിട്ട് ആളുകൾ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് തീർന്നു നടന്നില്ല. സെക്കൻഡ് ഹാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറെ ജീവിത ദർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ട്രാക്ക് മാറ്റം കുറച്ചും കൂടി സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി പൾസേറ്റിംഗ് ആക്കായിരുന്നു. അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തന്നെയായിരുന്നു ഇനീഷ്യൽ തോട്ട്സ്. നമ്മളിങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. നമ്മൾ ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പോൾ സ്ഥിരം പാറ്റേൺ പൊളിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു തോന്നിയാണ്. സിനിമ വീണ്ടും വീണ്ടും കാണാൻ ഒരു വൺ ടൈം വാച്ച് അല്ലാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ, അതായത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ തിയേറ്ററിലോട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിലോട്ട് കിടക്കുമ്പോൾ കുറച്ചുകൂടെ ഈ മൂവിനെ ഡിസ്കഷൻ നടക്കും. അതുപോലെ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നത് തന്നെ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ ഞങ്ങളുടെ സിനിമയുടെ വിജയമായിട്ട് കരുതുന്നു. ക്യാരക്ടറിനെ നോക്കിയിട്ട് ജന്മീന്നും ഫ്യൂഡൽ മാണവീതൊക്കെ ഒളിപ്പിക്കാൻ ഐഡിയ എങ്ങനെയാണ്? അല്ല, അത് പുള്ളി ഒരുപാട് സ്പോട്ട് ചെയ്യാൻ അത് എന്താ പറയാ, അത് പൊതുവെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയില്ല, പുള്ളിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എൻജോയ് ചെയ്താണ് പുള്ളിയെ ക്യാരക്ടർ ചെയ്തത്. എന്നെക്കാളും സാറൊക്കെ കൂടുതലായിട്ടുള്ള സുരേഷേട്ടനാണ്. സുരേഷേട്ടനോട് ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് കാര്യം, ഞങ്ങള് ഒരു ദിവസമല്ല കുറെ ദിവസങ്ങൾ ഷൂട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര രസമാണ് പുള്ളിയുടെ സെറ്റിലുണ്ടാവുക എന്ന് പറയുന്നത്. പുള്ളി തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ചു. അത് നമുക്ക് പെട്ടെന്ന് പുറത്ത് നോക്കുമ്പോൾ അതിന് സീരിയസ് ഒരു മനുഷ്യനാണെന്ന് തോന്നുകയാണെങ്കിലും ഭയങ്കര രസമുള്ള ഇമോഷൻസും ഇവർ രണ്ടുപേരും കൂടെയുള്ള സീനിലൊക്കെ എനിക്ക് അത് ഭയങ്കര ഓർക്കാനായിട്ട് തോന്നി. പുള്ളിയുടെ ഒരു ചെറിയ റാങ്കിങ് പോലത്തെ അത് ആൾക്കാർക്ക് നല്ല ഇമോഷൻസുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പുള്ളി സിനിമയിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പുള്ളിക്ക് ഒരു പ്രശ്നം തോന്നിയതായിട്ട് ഒരു സൂചന പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഡേവിഡിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ശരിക്കും ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുമല്ലോ ചില സിറ്റുവേഷനിൽ. ഡേവിഡിന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു. അപ്പൊ ഈ ചൈൽഡ്ഹുഡിനെ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു അൺയൂഷ്വൽ സ്റ്റോറി പറയുമ്പോൾ ഈ അൺയൂഷ്വൽ റോ മെറ്റീരിയൽസ് വേണമെന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. അത് ആക്ച്വലി ജീനാണ് ഫസ്റ്റ് പറഞ്ഞത്. ഒരു ഒറിജിൻ സ്റ്റോറി പോലെ ഒരു സോങ്ങിൽ ആ സ്റ്റോറി പറയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സിനിമ കാണാൻ ഇരിക്കുന്ന സോങ് കാണാത്തവർക്ക് അത് കണക്ട് ആവുന്നുണ്ട്. എന്താണ് പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചതെന്നുള്ളത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു അൺയൂഷ്വൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഒറിജിൻ സ്റ്റോറി എന്നുള്ള കൺസെപ്റ്റ്. തീർച്ചയായിട്ടും ചേട്ടാ, അതായത് നമ്മൾ ഈ എഴുതിയ സമയത്ത് ഇങ്ങനെ ഒരു കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നൊരു തോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടു കഴിയുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഇൻഡസ്ട്രിയിൽ പലപ്പോഴായി നടന്ന ഇൻസിഡൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴൊക്കെയോ നടന്നിട്ടുള്ള ആരൊക്കെയോ ഇൻസിഡൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു കഥകളുണ്ട്. ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്? ബേസിക്കലി എനിക്ക് പേഴ്സണൽ പോലെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സിനിമയെ പറ്റി തന്നെ സംസാരം കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഇറിറ്റേഷൻ തോന്നാറുണ്ട്. സിനിമ മാത്രമല്ല, ലോകത്തിലുണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ജോണർ മാത്രമാണ്. സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞൊരു ജോണർ മാത്രമാണ്. ഒരുപാട് ജോണർ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതൊരു പർട്ടിക്കുലർ ജോണറാണ്. അപ്പൊ ആ ജോണർ സിനിമയെ എൻജോയ് ചെയ്ത് അതൊരു ഒരു റിപ്പീറ്റബിൾ വാല്യൂ അല്ലെങ്കിൽ അതൊരു എന്താ പറയാ ഒരു പിന്നെ പിന്നെ അവർക്കൊക്കെ കാണാൻ ഒരു തരണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന് ലോകത്തിനോട് പറയണം എന്ന് തോന്നിയിട്ട് പുറത്ത് നമ്മളായിരിക്കും. ഇൻഡസ്ട്രിയിൽ തന്നെ രണ്ട് ഷൈനിങ് സ്റ്റാർസ് ഇതിനകത്തുണ്ട്, ധ്യാനും ഷൈൻ ചേർന്നു. അപ്പൊ അവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം
നമ്മൾ ബേസിക്കലി സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ഉദയനാണെങ്കിൽ അതിൽ ലോകദാസ് സാറും അതുപോലെ കൊച്ചദീപ സാറും അവരൊക്കെ നിന്നിട്ടാണ് പറയുന്നത്. ശരിക്കും പുള്ളി തന്നെ എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗ് നമുക്ക് ഭയങ്കര വിരിയോടായിട്ട് തോന്നുന്നത് അവർ സിനിമയിലുള്ളവർ തന്നെ അത് ചെയ്യണം. അത് വേറൊരു ആക്ടർ ചെയ്യുന്നത് അത്ര വിരിയോടാണ്. അപ്പം സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഉള്ള ആക്ടേഴ്സിന് അവരായിട്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്കും അതൊരു ഒരു വിലിയബിലിറ്റി അതുപോലെ അവർ എൻജോയ് ചെയ്യാനുള്ള ഒരു ഇത് വരാൻ വേണ്ടി തന്നെ അങ്ങനെ ഒരു നടത്തിയൊരു കാസ്റ്റ് ചെയ്യണം. ഡേവിഡ് ബെക്കലിന്റെ ആരാധകനായിട്ടുള്ള ചന്തു ചെയ്ത റോൾ നമുക്ക് ശരിക്കറിയാം. ഡേവിഡ് ബെക്കൽ എത്രത്തോളം അദ്ദേഹം ഞാൻ ഒരു മോശം എന്ന് പറയുകയാണെങ്കിലും അദ്ദേഹത്തിനുള്ളിൽ ഒരു മാനവികത, ഉള്ളിലൊരു സ്നേഹം, ആ പോകുന്ന സിറ്റുവേഷൻ ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. എന്നിരുന്നാലും അവിടെ ചോദിച്ചിട്ട് വേറുണ്ട് ഭാവനയുടെ അടുത്തേക്ക് എന്തിനു പോകുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഇത് ഈ ചന്തു വിളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എത്രയും വേഗത്തിൽ അവിടെ എത്തി ആ ഒരു രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയാണ് അവിടെ ഉള്ളത്. മറ്റു വേറെ ഒക്കെ വിട്ടിട്ട് ആ ഡേവിഡ് ബെക്കലിന്റെ ഒരു ശരിക്കും മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തില് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മൊമെന്റില് ഇതുപോലൊരു ആരാധകൻ എനിക്കിപ്പൊ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ എന്തെങ്കിലും മൊമെന്റ് ഞാൻ പറയാനുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഞാൻ ആ ഡേവിഡ് ബെക്കലിന്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റിൽ അങ്ങനെ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അവനപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിന് ഇൻഡയറക്ട്ലി ഒരു പ്രധാന കാരണം ഇവനാണ്, ഇവരോടുള്ള സ്നേഹമാണ് എന്നുള്ള ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് ഇവൻ പോകുന്നത്. അത് അതാണ് ആ ഒരു മൊറാലിറ്റി, ആ മോറൽ ഒബ്ലിഗേഷൻ ഇയാൾക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് വന്നു എന്നുള്ളതാണ് ആ സീനിലൂടെ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പേടിപ്പെടുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിനൊക്കെ ഉണ്ടായി പേടിച്ചു പോകും ഒരാൾ വിളിച്ച് അങ്ങനെ ആർക്കും എനിക്കറിയില്ല, എനിക്ക് എന്തായാലും അറിയില്ല. ആരെങ്കിലും നമുക്ക് ലാലനെ കുറിച്ച് ഞാൻ ചാവുമ്പോ ചാവട്ടി വരുന്നുണ്ടോ? കാരണം അത് പ്രാക്ടിക്കൽ അല്ല, സിനിമയിൽ കാണിക്കുന്നവരുണ്ടോ വെറുതെ കുറിച്ച് ഞാൻ ആരാധനാണ് ചാവുമ്പോ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ. ഇമോഷണൽ ചെയ്ത് മോശമാണോ അല്ല കണ്ടാണോ സിനിമ കണ്ടിരുന്നോ? അവരെ മോശമായിട്ട് തോന്നി. ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുടക്കം മുതലേ പറയുന്നുണ്ട് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിനെ കരളിക്കുന്ന കഥ ആശയത്തിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ലല്ലോ. ഞാൻ കൃത്യമായിട്ടത് നേരത്തെ പറഞ്ഞിരുന്നു. ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാ കളറൊക്കെ ഇതില്ലേ, അതിനൊക്കെ വളരെ സത്യസന്ധമായിട്ടുള്ള ഇമോഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ എന്താ പറയുക ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാതെ തോന്നുന്നില്ല. പഠിക്കുന്ന മൊത്തത്തിലൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഈ പഠിക്കുന്ന കൂടെയുള്ളവരൊക്കെ ഭയങ്കര ബ്രാൻഡ് കോസ്റ്റ്യൂംസ് കളർഫുൾ ആയിരിക്കും. ഈ കാറിന്റെ നമ്പർ 911 സോ ഇതൊക്കെ ഐഡന്റിറ്റി പരിപാടി ഉണ്ടല്ലോ. അത് ശരിക്കും ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിലുണ്ട്. സുരേഷ് ഏട്ടനാണെങ്കിലും കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന രൂപത്തിനകത്ത് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബാലുവിന്റെ ആണെങ്കിലും ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയോട് പറയും എന്ന് പറയുന്ന പോലെ നല്ല രസകരമായിട്ടായിരുന്നു. സൗകര്യ ക്യാരക്ടറുണ്ടായിരുന്നു. അങ്ങനെ ആധുനിക മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു പച്ചൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചന്തുവിന്റെ ക്യാരക്ടറും ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലത്തെ ഒരു ഐഡന്റിറ്റി അത് എന്റെ കഥ പറയുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു.
മനസ്സിലുണ്ടായിരുന്നോ? അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ് എന്നുള്ള ആക്ടർ ഓരോ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളായിട്ടുണ്ട്. പുള്ളിയുടെ റിട്ടയർ ചെയ്ത് പോയിട്ട് കുറച്ചാണ് പോപ്പുലർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പോൾ വീണ്ടും റിട്ടയർ ചെയ്തിട്ട് പോയിട്ടാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മള് ആദിൽ ഹുസൈൻ എന്നുള്ള ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകൾ കഴിയുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും ഭയങ്കര രസമാണ് ഞാൻ കേട്ടത്. ഇതൊക്കെ കേട്ടും വായിച്ചും ഒക്കെ ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തതൊക്കെ അറിയാവുന്നില്ല. അത് പേഴ്സണലി എന്റെ അടുത്ത് അങ്ങനെ ആരും ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനില്ല. ഒരു സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചെയ്യണ്ടേ, അത് ഉറപ്പായിട്ട് ചെയ്യും. ഇതില് എംടിയുടെ മഞ്ഞൾ എന്ന് പറഞ്ഞ സിനിമ ബുക്കിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് പുസ്തകം വായിക്കാൻ നിർബന്ധമുണ്ട്. ടോബി ബുക്ക് വായിക്കാറുണ്ട്. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കാം. അതിന് നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും അറിവുകളുണ്ട്. അറിവുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയൊന്നുമില്ല. പുസ്തകം വായിക്കുന്നത് പക്ഷേ ഇമാജിനേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയെങ്കിലും മനസ്സിൽ അവർ കണ്ട വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ ഒരു പുസ്തകം വായിക്കുന്ന സംബന്ധിച്ച് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വൽ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറെ ഓരോരുത്തരുടെ പ്രോസസ്സ് ഓരോമായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനത്തെ ബുക്ക് ആക്സിഡന്റിൽ കിട്ടുന്നതാണെങ്കിലും അയാൾ വായിക്കുകയും അയാൾ ഒരു സമയത്ത് അത് ഉപയോഗിക്കും. അതിനുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലാലേട്ടൻ മുമ്പുള്ള പടങ്ങൾ ഹണിബിയൊക്കെ ആണെങ്കിലും യൂത്തിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലായിരുന്നെങ്കിലും ബാലു ചെയ്ത കഥാപാത്രങ്ങൾ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഓടുക, അല്ലെങ്കിൽ കോമഡിയൊക്കെ ചെറിയ ക്ലിപ്പുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നടികർന്ന ചിത്രത്തിൽ കുറച്ചൊരു ഇമോഷണൽ സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ മച്ചാനെ എന്ന് വിളിക്കുന്ന ഒരു ടൈപ്പ് കഥാപാത്രമല്ല, കുറച്ച് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് അപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് മറ്റേ ഹൈബി പോലത്തെ ഒരു കഥാപാത്രം ലാലേട്ടൻ പടത്തേക്ക് കിട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് പല രീതിയിലെ ക്യാരക്ടേഴ്സിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതലും ചൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഈ ഇപ്പോഴത്തെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. എനിക്ക് നമ്മള് ഇയാളെ ഹ്യൂമർ, അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഇയാള് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സത്യസന്ധനാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ട് ചൂസ് ചെയ്തത്. പൊതുവേ എന്ന് പറഞ്ഞാൽ 100 days അടിക്കുക അങ്ങനെയൊന്നുമല്ലല്ലോ. ഇപ്പോൾ എത്ര ദിവസം എത്ര കോഴി അടിക്കുക എന്നുള്ള ട്രാക്കാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷകളാണ്. അത് എപ്പോഴും ഒരിക്കലും നമ്മളെ കോടിക്ക് വേണ്ടിയിട്ടല്ലോ. പടം നല്ലതാൻ വേണ്ടി ചെയ്യണം. പടം നന്നാകുമ്പോൾ കുറെ കോടികളൊക്കെ ഉപയോഗിക്കും. നടികളുടെ ഷൂട്ട് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് അതിലൊരു തലമുറയൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് ഒരു ഫോട്ടോഷൂട്ട്, ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പൊ ആ സമയത്ത് തന്നെ സൗകര്യം ഓൾറെഡി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ചിത്രം ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഷോക്ക് എൻ്റെ അടുത്തിന്റെ കഥയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് 2022 ഓഗസ്റ്റിലെ കാര്യമാണ്. അപ്പൊ അന്ന് മുതൽ ഈ സിനിമ, ഇപ്പൊ ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്ത് നടക്കുമ്പോൾ ഇടയ്ക്ക് വിളിക്കുമ്പോഴും കാണുമ്പോഴും ഈ സിനിമയുടെ മഞ്ജുമലിന്റെ അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ മഞ്ജുമൽ ബോയ്സിന്റെ സെറ്റിലാണ്. കാര്യം അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ അവിടെയാണ്, ജീന അവിടെയാണ് ആക്ടറായിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ലൊക്കേഷനിൽ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് രാത്രി വരെയൊക്കെ അവിടെ കാര്യം എല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അവര് ചീരുണ്ട്, ഗണമുണ്ട്, ബാലുണ്ട്, സൗകര്യമുണ്ട്, ജീന
നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ സംഘടിക്കും. ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിൽ അന്ന് അവിടെ സെറ്റ് ഇട്ടിരുന്നത് അവര് കാലടിയിരുന്നു റോഡാണ്. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അതൊക്കെയാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ആദ്യം പോകേണ്ട വലിയ നമ്മളൊരു KGF പോലത്തെ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ അങ്ങനെ മലയാള സിനിമ എന്ന് പറയുന്നത് അത് ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇമോഷണലി മൂവിംഗ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അന്ന് മുതലേ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ അങ്ങനെ ബൗണ്ടറീസ് കടന്ന് പോകേണ്ട ഒരു സിനിമയാണ്, എനിക്ക് വലിയ പ്രതീക്ഷ പോലുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഈ സിനിമയുടെ പ്രമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാനന്ന് കമലാസ ഹോട്ടലിലേക്ക് ഞാൻ വന്ന് കയറുമ്പോൾ അപ്പൊ അന്ന് പിറ്റേ ദിവസം അന്വേഷണത്തിന്റെ അടുത്ത് റിലീസായിരുന്നു. അപ്പൊ അതിന്റെ പ്രമോഷനും പ്രസ് മീറ്റിനൊക്കെ ഞാൻ വന്ന് കയറുമ്പോൾ ഞാൻ ഒരു വണ്ടി എന്റെ ഒരു സുഹൃത്തുക്കൾ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്തും ഞാൻ പറഞ്ഞത് ഈ സിനിമ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. പ്രതീക്ഷയോട് തെറ്റിച്ചില്ല, വളരെ ഗംഭീരമായിട്ടുള്ള സിനിമ അത് ഏറ്റവും വലിയ സക്സസ് തന്നെ നേടി. അത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും ഞാൻ മഞ്ഞുമൽ കുറെ ഫുട്ടേജ് തന്നെ സൗകര്യമായി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സിനിമ രസമുള്ള സിനിമയായിരിക്കും, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാവും. അത് കറക്റ്റായിട്ട് സംഭവിച്ചു എന്നുള്ളത് കൂടുതൽ സന്തോഷം. അങ്ങനെയെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ഒന്നിനെയും കരുതാറില്ല. എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ഞാൻ ഡിപെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് എഴുതിയ ഒരു പരീക്ഷയുടെ പേപ്പർ കിട്ടുന്ന പോലെ തന്നെയാണ്. അത് വരുന്ന സമയത്തും ഞാൻ ഇതേ എക്സൈറ്റ്മെന്റോട് തന്നെയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ എഫേർട്ടിലേക്ക് വന്നുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷേപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ല സ്ഥലത്ത് വന്നിട്ട് 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്, 3 കാലഘട്ടത്തിന്റെ കഥയുണ്ട്. കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ രംഗങ്ങളുണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകരെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാകും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് ചോദിക്കുകയാണ്, ഇപ്പം മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആടുജീവിതം ഹിറ്റായി, മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായി, അടുത്ത ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അജയന്റെ 2ാം വർഷമാണ്. ഒരു റെസ്പോൺസ് ഇപ്പോൾ പറയാം, ടോവിയുടെ പെർഫോമൻസ് കാത്തിരിക്കുന്ന ഒരു പടമാണ് അതെന്നുള്ളത്. ശരിക്കും ടോവിയുടെ ഒരു കരിയർ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടോവി കാത്തിരുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയുന്നത് അറിയില്ല. എനിക്ക് അത് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ളതായതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുമ്പ് ഡയറക്ടറായിട്ടുള്ള പറഞ്ഞിരുന്നു. അത് ഭയങ്കര പണിയാണ് എനിക്ക്. ഇപ്പൊ നമ്മള് വലിയ ആളുകളൊക്കെ കമലഹാസനുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷമൊക്കെ ഒരു സിനിമയിൽ തന്നെ. അതൊക്കെ ഞാൻ ചെയ്ത ശരിയാവുന്നതൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അതിനെ ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര പ്രശ്നമില്ലാതെ അത്യാവശ്യം വൃത്തിയായി നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന ഞാൻ ഒന്നിനെയും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ ഒന്നുമുള്ള അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ നമുക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്. ആളുകളാണ് ബേസിക്കലി അങ്ങനെ എന്റർടൈൻ ആവണം പ്രേക്ഷകർ. ആളുകൾ കാണുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്വപ്നം കണ്ടതിനൊക്കെ പൂർണ്ണ സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. കാരണം കുറച്ച് പോസ്റ്ററുകളും ഒരു ടീസറും മാത്രമേ ആ സിനിമ പുറത്തു വന്നിട്ടുള്ളൂ. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. സിനിമ കാണുന്ന സമയത്ത് പല സിനിമസും പോയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്? ഒരിക്കലുമില്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന ആക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രോൾസും ഇതൊക്കെ കണ്ടാലും നമ്മളൊരിക്കലും ഇതൊരു ഫിക്ഷനിലാണ്. ഇതൊരിക്കലും നമ്മൾ ആരെ ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല. പലർക്കും തോന്നല്ലോ, ടോവിക്കൊക്കെ ഓരോ സ്റ്റേജിൽ തോന്നിയിട്ട് ഞങ്ങളെ ഉദ്ദേശിച്ചാണോ അതുപോലെ ആർക്കും തോന്നാം, ആക്ടേഴ്സിന് ആർക്കും തോന്നാം. അതൊരിക്കലും ആരും പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു
എല്ലാവരും സിനിമ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ സിനിമ വിജയിക്കണമെന്നും എല്ലാ സിനിമയും സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഇത് ആരെയും എനിക്ക് വരുന്നത് എന്താ അറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഒരു ടെംപ്ലേറ്റ് ആണ്. അതാരും അങ്ങനെ പേഴ്സണലി എടുക്കില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ഡയലോഗ് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, മെഡിക്കൽ റബ്ബ് എന്ന് പറയുന്നത്. ആക്ച്വലി അത് ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. ആ കോശി സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയിൽ ഈ ആക്ടർ ഡേവിഡ് വന്നിട്ട് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നത് ഒരു ഫീൽ പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. താൻ മെഡിക്കൽ റബ്ബാണോ താൻ പറയുന്നത് ഫീൽ ഇല്ല. അത് മെഡിക്കൽ റബ്ബ് മോശം ജോലി ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ഇല്ലാത്തതൊന്നും നമ്മളോട് ഉദ്ദേശിച്ചിട്ടില്ല. ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്, അത് എൻ്റെ ഭാഷയല്ല. ഓരോ ക്യാരക്ടർ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കൽ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കലിൻ്റെ ഭാഷയും, ലെനിൻ സംസാരിക്കുന്ന ലെനിൻ്റെ ഭാഷയും, പി കെ സംസാരിക്കുന്ന പി കെ ഭാഷയാണ്. അപ്പോൾ അങ്ങനെ വരുത്താനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ടോ നമ്മുടെ ആരുടെയോ പൊളിറ്റിക്സോ ഒന്നുമല്ല. അത് ആ രീതിയിൽ തന്നെ എൻജോയ് എല്ലാവരും കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കും. സ്ക്രിപ്റ്റ് മൂവിമെന്റ് ഫിനാലെ എല്ലാവരും കൂടെ പുറത്തോട്ടിരുന്ന് വായിക്കുക. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളിത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ ആ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് വരെ നമ്മൾ ആഗ്രഹിക്കില്ല. താങ്ക് യു. ഞാനാണോ ഈ അച്ഛനൊക്കെ ഈ ഇൻഡസ്ട്രി എല്ലാം എന്നോടല്ല ചോദിക്കണം. മറ്റേ ഗുരുവായൂരപ്പനെ പ്രൊമോഷൻ ഉടനെ അവരോട് ചോദിക്കും. കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവകാശം പിടിച്ച് വന്ന് എന്റെ വെറുതെ പറഞ്ഞാണ്. ഞാനുമായിട്ട് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രൊജക്ട് സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അത് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഒക്കെ അവൻ തന്നെ ചെയ്യേണ്ടത്. ഇതിപ്പോ ഞാൻ ഫേസിൽ കണ്ടുപിടിച്ചു വന്നാൽ അത് തമാശയാണ്. അത് ഈ കല്യാണ മുടക്കികൾ പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ടെംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ ഒരു ചായക്കടലൊക്കെ ചെന്ന് പയ്യനൊക്കെ എടുത്ത് പറഞ്ഞ് ഞാനൊന്നും പറയില്ല, ഞാൻ തന്നെ പറഞ്ഞു തള്ളിപ്പൊളിക്കുക എന്ന് പറയുന്ന ആ തമാശ ഓർമ്മിച്ചാണ്. എന്നിട്ട് ഞാൻ ദേശീയ പറഞ്ഞെന്ന് പറഞ്ഞ് 10 സെക്കൻഡ് വീഡിയോ വരും. അവരങ്ങനെയാണ്, ടീ ടോട്ടലാണ്. അവരൊരു കളിച്ചിന്റെ പോലെയാണ്. Okay?